സ്തോത്രം 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 സ്തോത്രം. രാത്രികാല പരിശുദ്ധി ആത്മാവ് ആമേൻ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ശക്തമായി വ്യാപരിക്കേണ്ടുന്നതിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റമാന ശുഡാബാസിയ തുന റങ്കമാന ശുഡമാന കേരബാല ശുഡമാന സിയാതുന റങ്കമാന റിംഷമാന റിഹമാന ശുഡമാന. രാത്രികാലം എല്ലാവരും ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആമേൻ. രാത്രികാല ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ ഏൽപ്പിക്കാം. ചെറുതും വലുതുമായി രാത്രി ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിലേക്ക് കടന്നു വരുവാൻ ആമേൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രിയിലെ വചന ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ആമേൻ തേജസ് ആമേൻ ഇന്ന് രാത്രി കാലം ഇവിടെ ഇറങ്ങേണ്ടുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റഖമാന ശുഡബന സിയാതുന റിഖമാന. ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് മാളു പ്രാർത്ഥിച്ചാട്ടെ. Heavenly Father, Lord, we thank you for this blessed evening that you have gifted us, Lord Jesus. Hallelujah. Lord, thank you for bringing all of us together in this meeting right now, Lord Jesus. We pray that we would have your presence here. Hallelujah. That this hall would be filled by your presence. Hallelujah, Lord Jesus. We commit all that we have into thy hands, Lord Jesus. We need your grace, Appa. Lord, we need you here, Lord Jesus. Right now, we need the Holy Spirit. Lord Jesus, I commit the worship into your hands, Lord Jesus. We need to worship in your name. Hallelujah, Lord Jesus. We commit everything that we have into your hands, Lord Jesus. Above all our limitations, Lord Jesus. Above all the singing, above all the song, let thy name be lifted high. Hallelujah, Lord Jesus. Hallelujah. Lord, I commit the sermon into your hands, Lord Jesus. Whatever Pastor Uncle says, Lord Jesus, we pray that it is you who is speaking to us, Father, Lord. That we would be filled by your Spirit, Lord Jesus. Throughout the meeting, Lord Jesus. That the Holy Spirit will be running around over here, Lord Jesus. That we would be filled by your Holy Spirit. Hallelujah. Lord Jesus, once again I commit each and everyone in this meeting right now. Lord, we thank you for this blessed meeting that you have given us, Lord Jesus. Even through this pandemic, Lord Jesus. Thank you for giving us this meeting as well, Lord Jesus. Once again I commit the whole meeting into your hands. Hallelujah. Let your will be fulfilled among us, Lord Jesus. Let your will be fulfilled. All these things we ask in the precious name of our Lord Savior Jesus Christ. Amen. 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 വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ആലയത്തിൽ ഇറങ്ങേണ്ടുന്നതിനായി രാത്രികാലം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പാപികൾ മാനസാന്തരപ്പെടേണ്ടുന്നതിനായി, രോഗികൾ സൗഖ്യമാകേണ്ടുന്നതിനായി ഇന്ന് രാത്രികാലം യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ സകല മുഴങ്കാലുകളും മടങ്ങേണ്ടുന്നതിനായി, സകല നാവും യേശു ക്രിസ്തു കർത്താവായ ദൈവമെന്ന് ഏറ്റുപറയേണ്ടുന്നതിനായി ഇന്ന് രാത്രികാലം യേശു കർത്താവിൻ്റെ നാമം ആമേൻ ഇവിടെ ശക്തമായി മഹത്വപ്പെടുവാനും ആമേൻ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ സാക്ഷി നിൽക്കേണ്ടുന്നതിനുമായി ഇന്ന് രാത്രികാലം സഭശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രേം ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. റംഷ റുഖാബാസിയാതുന. പ്രേം ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. റിംഷ ലിബ റിഖാബാസിയാതുന റഖബാന റഖാലബ റിബാലുന ലഖമന. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങനെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കത്തെക്കൊണ്ട് ഞങ്ങൾ കടന്നു വന്നത് കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം രുചിച്ചറിയാൻ തൊക്കെ ഇടയാക്കുന്ന ആരാധനയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവേ. ഹല്ലേലൂയ. ഒരു പരിശുദ്ധ നദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്വർഗ്ഗത്തിൽ നിന്ന് ആയിരിക്കുന്നു കർത്താവേ. ഏറ്റെടുക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിത്യനും നീതിമാനുമായ സ്വർഗ്ഗസ്ഥനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സകല കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങൾ കുറവുകളൊന്നും കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. അങ്ങയുടെ പ്രസാദത്തിന് കർത്താവേ തടസ്സമാകുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഞങ്ങളോട് കർത്താവേ. ഹല്ലേലൂയ. മനഃപൂർവ്വമായി ക്ഷമിച്ച് കർത്താവേ. ഹല്ലേലൂയ. സ്വർഗീയ കർത്താവേ. ഹല്ലേലൂയ. പ്രസാദം ഞങ്ങളുടെ മേൽ കർത്താവേ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ഇവിടെ നടക്കുന്ന സകല ശുശ്രൂഷ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പാട്ട് കർത്താവേ. ഹല്ലേലൂയ. വചന സങ്കീർത്തനം എല്ലാം അപ്പാ സ്തോത്രം കർത്താവേ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ.
കർത്താവേ വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രഘോഷിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ദാസനെ കർത്താവേ അങ്ങ് ഒരുക്കിയിരിക്കുന്നതായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു കർത്താവേ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ അങ്ങ് അയക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഏറ്റെടുക്കുന്ന കർത്താവേ വിശ്വാസത്തിന്റെ ഹൃദയങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് ആഴത്തിൽ നിന്ന് തുറന്നു തന്നിരിക്കുന്നതായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു കർത്താവേ പ്രത്യാശയോട് കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ അങ്ങ് കർത്താവേ ഞങ്ങൾ പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു അഭിഷേകത്തിന്റെ ശക്തി പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പൊ ഈ ഹോളിനകത്ത് അങ്ങയുടെ സാന്നിധ്യം കർത്താവേ രുചിച്ചറിയുന്നതൊക്കെ കർത്താവേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഓരോരുത്തരും കർത്താവേ അവരുടെ ഭാരങ്ങളെ കർത്താവേ പാദത്തിൽ അർപ്പിച്ച് കർത്താവേ പൂർണ്ണ ഹൃദയത്തോടു കൂടി കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ മാറോട് ചേർന്ന് കർത്താവേ ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ തക്കൊണ്ട് കർത്താവേ ഹല്ലേലൂയ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവേ രുചിച്ചറിയാൻ തക്കൊണ്ട് ഇടയാക്കുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ അപ്പാ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ അങ്ങയുടെ കർത്താവേ ശബ്ദം കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് കർത്താവേ ഹല്ലേലൂയ നമ്മുടെ കർണപടങ്ങളിൽ കേൾക്കുവാൻ തക്കൊണ്ടും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പാ ഹല്ലേലൂയ അങ്ങ് തൊടുമ്പോ കർത്താവേ നമ്മുടെ സകല കർമ്മശവും തീർന്ന് കർത്താവേ ക്രിസ്തുവിനായ കർത്താവേ ഹല്ലേലൂയ അർപ്പിക്കുന്ന കർത്താവേ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഇതരം ഭൗഡവേദ രക്ഷനാഥന സ്തോത്രം കർത്താവേ നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവേ ഹല്ലേലൂയ കുടുംബത്തിന്മേൽ കർത്താവേ സഭയുടെ മേൽ കർത്താവേ വ്യാപരിക്കുന്ന സകല ദുഷ്ട അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ വെട്ടിച്ചേമെടുക്കാൻ തക്കോണം ഈ ആരാധനമേൽ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഒരു സൈന്യത്തിന്റെ നായകനായ കർത്താവേ ഞങ്ങളെ കൂടെ കർത്താവേ ഹല്ലേലൂയ അങ്ങ് എപ്പോഴും ഉള്ളതിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ അപ്പൊ ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരികയാണ് കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യം പകരുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കൊണ്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളോട് കർത്താവേ ഹല്ലേലൂയ അപ്പൊ നീ പൊറുക്കണേ നീ ക്ഷമിക്കണേ നീ ഞങ്ങളെ കർത്താവേ മാറോട് ചേർത്ത് പിടിക്കണേ എന്ന് കൽപ്പിച്ചു അപ്പാ ഹല്ലേലൂയ ഞങ്ങൾ കുറവുള്ളവരാണപ്പാ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ മാനുഷ്യ മണ്ഡലങ്ങളെ വിട്ട് കർത്താവേ ഹല്ലേലൂയ ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് കയറാൻ സഹായിക്കുമാറാകണമേ ജാതിക മണ്ഡലങ്ങളെല്ലാം കർത്താവെ വേർതിരിച്ച് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കർത്താവേ നിത്യതയ്ക്കായി ഒരുങ്ങുവാനത്തെ കൊണ്ട് കർത്താവേ സകലവരും കർത്താവെ അങ്ങനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു കർത്താവേ ഇവിടെ നടക്കുന്ന ആ ശുശ്രൂഷകളെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലതും അങ്ങനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് കർത്താവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ 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 വീണ്ടും രാത്രികാലം നമ്മളെ തന്നെ സമർപ്പിച്ച ആരാധനയ്ക്കായി ആമേൻ ഒരുങ്ങാം ആമേൻ ഹല്ലേലൂയ സ്തോത്ര വിശുദ്ധിയോടെ ആമേൻ ദൈവഭയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള വലിയ ദൈവകൃപ രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ആമേൻ ഹല്ലേലൂയ റംശമന നമ്മുടെ മിടുക്കല്ല ആമേൻ നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ കറ കൂടാതെ ആമേൻ ഹല്ലേലൂയ നമ്മളെ ക്രിസ്തുവേശുവിന്റെ സന്നിധി ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവേശുവിൽ ആമേൻ ഹല്ലേലൂയ നീതീകരിച്ച് ആമേൻ ഹല്ലേലൂയ നമ്മളെ ദൈവത്തിന്റെ മുമ്പാകെ ആമേൻ നിഷ്കളങ്കരായി നിർത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപ ആമേൻ ഇന്ന് രാത്രികാലം എൻ്റെയും നിന്റെയും മേൽ പകരേണ്ടുന്നതിനായി ആമേൻ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ ആമേൻ 12-ാമത്തെ ആമേൻ വാക്യം ഇങ്ങനെ പറയുന്നു പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു ഹല്ലേലൂയ ഇത് രാത്രികാലം ഹല്ലേലൂയ എബനേസറായിട്ട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു ആമേൻ ഹുറാമ ശഖമ സിയാതുന റഖമാന ആമേൻ ഹല്ലേലൂയ ഇന്നലത്തെ കഷ്ടത നീ മറക്കും ആമേൻ ഇന്നലത്തെ ദുഃഖം നീ മറക്കും ഇന്നലത്തെ സങ്കടം നീ മറക്കും ഹല്ലേലൂയ റംശമന സിയാതുന റഖമാന റിംശമന ഇന്ന് രാത്രികാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് ശക്തമായി കൈമാറുകയാ ആമേൻ ഹല്ലേലൂയ സ്തോത്രം മിസ്പയ്ക്ക് ആമേൻ ഷേനിനും മധ്യേ ആമേൻ ശമൂവേൽ ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ആമേൻ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആമേൻ ഹല്ലേലൂയ നിന്റെ ഇന്നലത്തെ അവസ്ഥ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഹല്ലേലൂയ സ്തോത്ര ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു ആമേൻ ഹല്ലേലൂയ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ആമേൻ യഹോവ എബനേസറ ആമേൻ യഹോവ എബനേസറ ആമേൻ യഹോവ എബനേസറായി വെളിപ്പെടുന്ന രാത്രിയാണെന്ന് ആമേൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരങ്ങളെ തട്ടി ഇന്ന് രാത്രികാലം ഏറ്റെടുത്തോ ആമേൻ ഹുറാമ ശഖബ സിയാതുന റഖമാന ശുരമാന സിയാതുന യഹോവ എബനേസറായിട്ട്
യഹോവ എബനേസറായിട്ട് ആമേൻ അവൻ എബനേസറായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആമേൻ അവിടെ പിന്നെ പറയുന്നു ആമേൻ പിന്നെ ആമേൻ ഫെലിസ്ത്യർ ആമേൻ ഇസ്രായേലിന്റെ നേരെ ആമേൻ എഴുന്നേറ്റില്ല. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ശമൂവേലിന്റെ ജീവകാലത്ത് ഒരിക്കല് ആമേൻ ഹല്ലേലൂയ ശത്രു ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുവാൻ ആമേൻ അനുവദിക്കാതെ വണ്ണം എബനേസറായി യഹോവ വെളിപ്പെട്ടെങ്കിൽ ഇത് രാത്രികാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശു കർത്താവിന്റെ രക്തം നൽകി എന്നെയും നിന്നെയും വീണ്ടെടുത്ത ദൈവം ആമേൻ ഹല്ലേലൂയ അന്ന് ഹല്ലേലൂയ എബനേസറായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് എത്രയും അധികം ആമേൻ തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത എനിക്കും നിനക്കും വേണ്ടി അവൻ വെളിപ്പെടും. എനിക്കും നിനക്കും വേണ്ടി അവൻ പ്രവർത്തിക്കുകയില്ലയോ? ഇത് രാത്രികാലം അതരങ്ങളെ തുറന്ന് ആമേൻ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കേ. ആമേൻ കർത്താവേ ആമേൻ ഹല്ലേലൂയ നീ എൻ്റെ എബനേസറാ. ആമേൻ നീ എൻ്റെ എബനേസറാ. ഇത് രാത്രികാല വിശ്വാസത്തോടെ ആരെങ്കിലും കല്ല് നാട്ടുവാൻ തയ്യാറുണ്ടോ? ഇത് രാത്രികാല വിശ്വാസത്തോടെ ആരെങ്കിലും ഒക്കെ ആത്മാവിൽ എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ ചില കല്ലുകളെ ആമേൻ ദൈവസന്നിധിയിൽ നാട്ടി ഇങ്ങനെ പറയുവാൻ തയ്യാറുണ്ടോ? ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം എന്നെ നിർത്തി, ആമേൻ ഇതുവരെ നടത്തിയ ദൈവം ഇനിയും എന്നെ പുലർത്തുമെന്ന് ആമേൻ പറയുവാൻ ധൈര്യമുണ്ടെങ്കിൽ ഇത് രാത്രികാലം ഏറ്റെടുത്തോ. ദൈവം ദൂത് നിനക്ക് കൈമാറുകയാ. യഹോവ എബനേസറാ ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ രാത്രികാലം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാം. ആമേൻ വിശ്വസിക്കുക. യഹോവ എബനേസറായി ആമേൻ രാത്രികാലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന രാത്രിയാ. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വീണ്ടും ഇടപെടുന്നു. ആമേൻ ഹി ഈസ് ദ എബനേസർ. ഹല്ലേലൂയ. ഹി ഈസ് ദ എബനേസർ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ആമേൻ ഇത്രത്തോളം എന്നെ സഹായിച്ചു, എന്നെ സഹായിച്ചു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രികാലം നമ്മളെ വീണ്ടും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. Oh, hallelujah, hallelujah. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. My
Hallelujah, hallelujah, hallelujah. We truly have to pray for the presence of God within our presence, oh Lord. Hallelujah, hallelujah. If we truly believe, I truly believe that we will have the presence of God within our midst. I truly believe we will have the presence of God. Next, we will be having an amazing song, a song that I truly pray that we will feel the presence of God within our hearts. Sotram, 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 Sotram. കൊണ്ട്
പിടിച്ചെടുത്തു. പാവന നീന തന്നു പാപത്തിൻ കര പോക്കി, പാവന നീന തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ചതാലങ്ങി ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങി ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുന്നേ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുന്നേ. മധ്യവനാനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യവനാനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസ് മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസ് മാളികയിൽ. നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കൂ. നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോ. ചെങ്കടൽ കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാവന നീനം തന്നു പാപത്തിൻ കര പോക്കി, പാവന നീനം തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കൂ. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുന്നേ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുന്നേ. മധ്യവനാനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യവനാനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനേ
ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമ നൂറ്റാണ്ടിൽ ദാസൻ മർക്കോസിൻ മാളികയിൽ. ആദിമ നൂറ്റാണ്ടിൽ ദാസൻ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസൻ മധ്യത്തിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസൻ മധ്യത്തിൽ. ശക്തിയായ ചീടുക ആത്മാവിൽ ആരാധിക്കൂ. ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കാട കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ. ചെങ്കാട കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത്. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത്. നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ോളമല്ല പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ോളമല്ല അയയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാം. ോളമല്ല അയയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാം. നീന്തിയിട്ടല്ലാതെ കടപ്പമയാത്ത ഇരുളവ ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പമയാത്ത ഇരുളവ ഇന്നു തുറക്കുന്നതാ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല ശക്തിയായല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലേ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലേ. ആട്ടുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മുൻമഴ നൽകാം. മുൻമഴ നൽകേണം മാലിന്യം മാറേണം ദിനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം മാലിന്യം മാറേണം ദിനമുണർന്നു വേല ചെയ്യുവാൻ. ഒട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാം. ഒട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാം. നീന്തിയിട്ടല്ലാതെ കടപ്പമ്പയാത്ത ഇരുളവ ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പമ്പയാത്ത ഇരുളവ ഇന്നു തുറക്കുന്നതാ. നാട് മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം.
മരിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി യാത്ര ചെയ്യുവാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി യാത്ര ചെയ്യാൻ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പൊന്മഴ നൽകണം, മാലിന്യം മാറണം, നിത്യമുണർന്നു വേല ചെയ്യുവാൻ. പൊന്മഴ നൽകണം, മാലിന്യം മാറണം, നിത്യമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മരിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. മരിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്രയിച്ചിടാം. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്രയിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മാലിന്യം മാറണം, നിത്യമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മാറണം, നിത്യമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദി കടപ്പാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരവ ഇന്നു തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരവ ഇന്നു തുറക്കണതാ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. തലയല്ല ശരീരം പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച 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 പരമപിതാവേ പിന്മഴ നൽകാം. മാലിന്യം മാറണം, ചിന്തനമുണർന്നു വേല ചെയ്യുവാൻ. പൊന്മഴ നൽകണം, മാലിന്യം മാറണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. അരയോളം പോരാ, വലിയൊരു ജീവൻ നദി കടപ്പാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദി കടപ്പാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരവ ഇന്നു തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരവ ഇന്നു തുറക്കണതാ. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകി
ഈ ജനത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അവരെ കെട്ടിയ കുരുക്കുകൾ ചണനാര് പോലെ കത്തിയെരിയട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക മേഖലയിലേക്ക് കുരുക്കുകൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബ ജീവിതത്തിൽ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഇതിന്റെ അകത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഇതിന്റെ അകത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഇതിന്റെ അകത്ത് സമാധാനം ഉണ്ടാകട്ടെ. സമാധാനം നദി പോലെ ഒഴുകട്ടെ. രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൊലകളെ അടിച്ച് ഉദരത്തെ കെട്ടിയ കെട്ടുകൾ, രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊടിയട്ടെ. Name of Jesus. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്ഥലമാ. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്ഥലമാ. കർത്താവിന്റെ സ്തോത്രം. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാ. നിന്റെ വിടുതലിന്റെ ദിവസമായി ഇന്നത്തെ ദിവസം. അടുത്തിരിക്കുന്നവനെ നോക്കല്ലേ. ഇരിക്കേണ്ടിവർ ഇരുന്നു. കർത്താവിന്റെ സ്തോത്രം. അടുത്തിരിക്കുന്നവനെ നോക്കണ്ട. ഇന്നത്തെ ദിവസം നിന്റെ വിടുതലിന്റെ ദിവസമാ. പിശാചെടുത്തുകൊണ്ട് പോയത് ഇന്നു രാത്രി മടങ്ങി വരട്ടെ. നിന്റെ കുടുംബം മടങ്ങി വരട്ടെ. നിന്റെ സമാധാനം മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമാധാന പ്രഭു നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. നീ ഇരിക്കുന്ന സ്ഥലത്ത് സമാധാന പ്രഭു ഇറങ്ങുകയാ. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിനോട് പറയൂ, യേശുവേ എന്റെ ഭവനത്തിൽ നീ ഇന്ന് രാത്രി വരണം. ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് വരണം. എന്റെ ജീവിതത്തിനകത്ത് വരണം. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് വരണം. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരണം. എന്റെ ജീവിത പങ്കാളിയുടെ മേൽ വരണം. ഇന്ന് രാത്രി അപ്പാ വായ്കളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ നിനക്ക് നന്ദി. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുകയാ. കർത്താവെ, പ്രാഗൽഭ്യമുള്ളവരായിട്ടല്ല, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്. കർത്താവെ, ഒന്നും നന്മയായിട്ട് പറയാൻ ഉള്ളവരായിട്ടല്ല, ഒന്നും നന്മയായിട്ട് പറയാൻ ഇല്ലാത്തവരായിട്ട്. കർത്താവെ, നിറഞ്ഞ കൈകളുമായിട്ടല്ല, ഒഴിഞ്ഞ കൈകളുമായിട്ട് നിന്റെ മുന്നിൽ ശിരസുയർത്തുവാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. അൻപുള്ള നാഥനെ, ഇന്ന് രാത്രി എന്നോട് കരുണ തോന്നണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? ആ കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോ യേശുവിനോട് പറഞ്ഞേ, കർത്താവേ, നിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യമില്ല. നിന്റെ മുന്നിൽ അവൻ ഇവിടെ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഇന്ന് രാത്രി ഞാൻ വന്നതല്ല, എന്നെ കൂട്ടി വരുത്തിയതാ. യേശുവേ, നിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി. എല്ലാവരും പറഞ്ഞേ, നിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി. കാൽവരി മലയിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു കർത്താവിന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോ അവന് വേദനിച്ചില്ല. എന്താണെന്നറിയാമോ? നിന്റെ പുഞ്ചിരി അവൻ കണ്ടു, നിന്റെ സന്തോഷം അവൻ കണ്ടു. ഇന്ന് രാത്രി ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ, നിനക്ക് നന്ദി.
കാൽവരിയിൽ ചിന്തപ്പെട്ടതായ തിരുരക്തത്തിന് നന്ദി. ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോ, നന്മയൊന്നും പറയുവാൻ എനിക്കില്ലാതിരിക്കുമ്പോ, ഞാൻ പാപിയായിരിക്കുമ്പോ, അകൃത്യത്തിൽ ഞാൻ പിടിക്കപ്പെട്ടപ്പോ, കർത്താവേ നീ എന്നെ സ്നേഹിച്ചതിനായിട്ട് നന്ദി. എന്നെ അതുപോലെ സ്നേഹിച്ച ആരുമില്ല. എന്നെ അതുപോലെ സ്നേഹിച്ച ആരുമില്ല. കർത്താവേ നിനക്ക് ഞാൻ നന്ദി പറയുക. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. അങ്ങു നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങു നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലെ മറ്റാരുമില്ല. കരങ്ങളും ഉയർത്തി യേശുവിനെ കണ്ടാട്ട് യേശു നടകൊള്ളുകയെ ഇതിന്റെ അകത്ത് അവൻ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കുകൾക്ക് നടുവിൽ ശോഭപൂർണനായിരിക്കുന്ന യേശു ഇതിന്റെ അകത്ത് നടക്കുക. എല്ലാ കണ്ണുകളും പറഞ്ഞാട്ടെ. സ്തുതികൾക്കും
അകത്ത് നിൽക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. അവൻ ഇതിന്റെ അകത്ത് കടന്നു വന്നത് ഒരാളെയും കാണാനല്ല, എന്റെ യേശുവിനെ തൊട്ടറിയാനാണ്, എന്റെ യേശുവിനെ കാണാനാണ്. ഇന്ന് രാത്രി ഞാൻ ഇതിന്റെ അകത്ത് വന്നത് എന്റെ യേശുവിനെ കാണാനാണ്. ആ വായികളെ തുറന്ന കർത്താവിനോട് നന്ദി പറയാട്ടെ. യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവെ നിനക്ക് നന്ദി എന്ന് പറഞ്ഞാട്ടെ. യേശുവെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിന്റെ അടുക്കൽ വന്നത്, ആമേൻ, ഹല്ലേലൂയ, നിന്നെ റിസ്റ്റോർ ചെയ്യാൻ, നിന്നെ യഥാസ്ഥാനപ്പെടുത്താനാണ്. പ്രിയ ദൈവ പൈതലേ, വായികളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എന്റെ യേശുവെ നിനക്ക് നന്ദി. രാത്രി ഞങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരു സാന്നിധ്യത്തിനായിട്ട് നന്ദി. ഇതിന്റെ അകത്ത് നടക്കുന്ന നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ. ഇതിന്റെ അകത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ മഴയ്ക്കായിട്ട് നന്ദി കർത്താവേ. soak us in your presence, God. കർത്താവേ, ഈ മഴയിൽ ഞങ്ങളെ കുതിരുമാറാക്കണമേ യേശുവേ. ഇതിന്റെ അകത്ത് കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും എന്റെ യേശുവിന്റെ ആത്മാ സാന്നിധ്യം കൊണ്ട് കർത്താവേ മാംസളമാക്കി മാറ്റണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ സ്വഭാവങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ ക്യാരക്ടർ മാറട്ടെ, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ഇന്ന് രാത്രി ഞങ്ങളുടെ സ്വഭാവങ്ങൾ മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറട്ടെ കർത്താവേ. ഞങ്ങളല്ല, അങ്ങ് തന്നെ ഇന്ന് രാത്രി കർത്താവെ വളരട്ടെ. ഇതിന്റെ അകത്ത് ഒരു ജഡത്തിന് മഹത്വം വേണ്ട, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ കർത്താവ്. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ നിന്റെ സമാധാനം കൊണ്ട് നീ സ്പർശിച്ചാട്ട് കർത്താവെ, അവരെ റിസ്റ്റോർ ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വേദനകൾ മാറിപ്പോകട്ടെ കർത്താവ്. എല്ലാ മലിനതകളും കർത്താവെ മഹത്വത്തിന്റെ തീയിറങ്ങി കത്തിച്ചാമ്പലാകട്ടെ. ഈ സഭ വിശുദ്ധ സഭയായിട്ട് മാറട്ടെ. ഈ കൂട്ടം ഒരു വിശുദ്ധ കൂട്ടമായിട്ട് മാറട്ടെ. ഇതിന്റെ അകത്ത് കണ്ണുനീരിന് മറുപടി ഉണ്ടാകട്ടെ. ഇതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം ചിലത് ചെയ്യട്ടെ. വിദൂരങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് കരയറ്റുന്നു കർത്താവേ. സകല സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയറ്റുകയാണ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ സാന്നിധ്യത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആമേൻ ആ ചെവികൾക്കായിട്ട്, ഞങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണപ്പാ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയറ്റുന്നു കർത്താവേ. ക്രിസ്തുയേശുവിന്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നണം പരിശുദ്ധ നല്ല പിതാവേ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ, എൻ്റെ കൂടെ യേശു ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്നത് യേശുവിൻ്റെ കൂടെയാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ഇരിക്കുന്നത് യേശുവിൻ്റെ കൂടെയാ. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഞാൻ ഇരിക്കുന്നത് യേശുവിൻ്റെ കൂടെയാ. കർത്താവിന് സ്തോത്രം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്ത് നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് യേശു വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേർക്കൊന്നും സന്തോഷമില്ല. കർത്താവിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഉള്ളം തുറന്ന് പറഞ്ഞാൽ അവനെ കേൾക്കാൻ പറ്റും. കർത്താവിന് സ്തോത്രം. നിന്റെ വായ് കൊണ്ട് പറയുന്നതല്ല, നിന്റെ ഹൃദയം കൊണ്ട് പറയുന്നത് അവൻ നിശ്ചയമായിട്ട് കേൾക്കും. കർത്താവിന് സ്തോത്രം. നിന്റെ വായ് കൊണ്ട് പറയുന്നത് പലപ്പോഴും കേട്ടില്ലേലും ഹൃദയം കൊണ്ട് പറയുന്നത് അവൻ നന്നായിട്ട് കേൾക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവം. പറഞ്ഞേ, എൻ്റെ ഹൃദയത്തെ കണ്ട ദൈവം.
കർത്താവിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തെ എൻ്റെ ജീവിത പങ്കാളി കണ്ടിട്ടില്ലെങ്കിലും, എൻ്റെ കുഞ്ഞുമക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും, എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടില്ലേലും, എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ദൈവദാസന് മനസ്സിലായില്ലേലും, എന്നെ മനസ്സിലാകുന്ന എൻ്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. കർത്താവിന് സ്തോത്രം. ഒന്ന് പറഞ്ഞേ, നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. യേശു കർത്താവ് പറഞ്ഞേ, യേശു കർത്താവ്. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയ ജീവൻ തിരിച്ചു വന്നതിനെ കുറിച്ച് അല്ലേ? എത്ര പേര് കേട്ടു? കർത്താവിന് സ്തോത്രം. ഒന്ന് കരവരുത്തി. ആമേൻ സ്തോത്രം. പോയ ജീവൻ യേശു എന്ന് ആമേൻ സ്തോത്രം ഞാനും എൻ്റെ സ്നേഹിതനും കൂടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ യേശു എന്ന് വേറൊന്നും പറയാനില്ല. കാരണം എന്താ? മരിച്ചുപോയ കേസാ. എന്തു പറയാനാ? കർത്താവിന് സ്തോത്രം. പാടി ആമേൻ പോയ ജീവൻ തിരിച്ചു വന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ പറയുക, ഇതെങ്ങനെയാ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. എല്ലാവരും ചുറ്റും കൂടിയിട്ട് ചോദിക്കുക, എന്തൊക്കെ കണ്ടു? കർത്താവിന് സ്തോത്രം. പോയ കാര്യം സന്തോഷമായിട്ട് വിവരിക്കുക. ആമേൻ സ്തോത്രം. മരിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പുള്ളിക്കാരൻ പറയുക. കർത്താവിന് സ്തോത്രം. നിന്റെ പേര് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു പേര് തന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്ക് മതിയായ പേര്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ, യേശു എന്ന നാമമാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഇതും കൊണ്ട് പോകണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ആമേൻ പോകുമ്പോൾ യേശുവിനെ കൊണ്ട് പോയിക്കോണം. കർത്താവിന് സ്തോത്രം. യേശുവില്ലാതെ പോകരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്ത് പറയുന്നു, ഒന്നും മനസ്സിലായില്ലേലും ആമേൻ സ്തോത്രം ഇത് മാത്രം മനസ്സിലായാൽ മതി രക്ഷപ്പെടാനായിട്ട്. ചുമ്മാ യേശു എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതം നടക്കുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആമേൻ സ്തോത്രം. പാവങ്ങൾക്ക് ആമേൻ സ്തോത്രം വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. യേശുവേ എന്ന് പറയാനല്ലാതെ. കർത്താവിന് സ്തോത്രം. ഹൃദയം നിറഞ്ഞങ്ങ് വിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം കർത്താവ് അങ്ങ് ഇറങ്ങി വരിക. ഇന്ന് രാത്രി വിളിച്ചാട്ട്, എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ കണ്ണ് കാണാൻ പാടാത്ത കുരുടന്മാർ വഴിയരികിൽ നിൽക്കുക. ആമേൻ സ്തോത്രം. എന്നോട് ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ഇത് കേട്ട് മടുത്ത് കാണും. കർത്താവിന് സ്തോത്രം. എന്നെ അത്രയും അങ്ങ് സ്പർശിച്ചത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. കുരുടന്മാരോട് പറഞ്ഞ് മിണ്ടാതിരിടാ. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ദൈവവചനം പറയുക, അവർ കൂടുതൽ ഉച്ചത്തിൽ ആമേൻ സ്തോത്രം യേശുവേ എന്ന് വിളിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ജനിച്ചിട്ട് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുള്ളികള് ആമേൻ സ്തോത്രം നിറങ്ങളും ഈ ലോകത്തിന്റെ ഭംഗിയും ഒക്കെ കണ്ട് ഞങ്ങൾക്ക് കാണാവേ എന്ന് വിളിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ കാഴ്ച തുറക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്, നിന്റെ ജീവിതം മാറും. വിശ്വസിച്ചാട്ട് പ്രിയ ദൈവമൈതലേ, വിശ്വസിച്ചാട്ട്. കർത്താവിന് സ്തോത്രം. നിന്നെ സൂക്ഷിപ്പാൻ അറിയുന്നൊരു ദൈവമുണ്ട്. ചൂരച്ചെടിയുടെ ആമേൻ കീഴിലാണേലും കർത്താവിന് സ്തോത്രം ആഹാബിന്റെ ആമേൻ സ്തോത്രം രഥത്തെ പേടിച്ച് ഇസബേലിന്റെ ശക്തിയെ പേടിച്ച് ഓളിച്ചിരിക്കുകയാണെങ്കിലും അവിടെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സിലാവുന്നവർക്കറിയാം. കർത്താവിന് സ്തോത്രം ചെയ്യുക. ആമേൻ സ്തോത്രം. ജോലിയില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട. ആമേൻ സ്തോത്രം. നിന്നെ അവിടെ സൂക്ഷിക്കാൻ കർത്താവിന് അറിയാം. അവൻ എത്ര പേര് എൻ്റെ കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം. നമുക്ക് ഒത്തിരി മണിക്കൂറുകളൊന്നുമില്ല. അവൻ സ്തോത്രം കുറച്ച് സമയങ്ങളേ ഉള്ളൂ. നമുക്ക് വായിക്കാം. അവൻ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് വായിക്കാം. എല്ലാവരും ക്ഷീണിച്ച് കാണും, എന്നാലും സാരമില്ല. ദൈവവചനം വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും എടുത്തു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. 3-ാമത്തെ അധ്യായം കർത്താവിന് സ്തോത്രം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പത്രോസും യോഹന്നാനും ചേർന്ന് വായിച്ചത്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്ന് കൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്താറുണ്ട്. എല്ലാവരും വായിച്ചില്ല. അവൻ 3-ാം വാക്യം. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാടിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവനോട് കൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും
ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം ഒക്കെയും കണ്ടു. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ജനമൊക്കെയും കാണും. അവൻ ചിലത് കാണുവാൻ തക്കവിധം സ്വർഗത്തിലെ തമ്പുരാൻ ഇതിന്റെ അകത്ത് ചിലത് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ നിന്നാട്ടെ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. പത്രോസും യോഹന്നാനും ആമേൻ അവൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി, അവർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി 9-ാം മണി നേരത്ത് ആമേൻ സ്തോത്രം സുന്ദരം എന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന്റെ അതിലേ കൂടി പാസ് ചെയ്ത് ആമേൻ സ്തോത്രം സിനഗോഗ് ചർച്ചിനകത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവിടെ ജന്മന എന്ന് പറഞ്ഞാൽ ആമേൻ അമ്മയുടെ ഉദരം മുതൽ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ വളർന്നുകൊണ്ടിരുന്നപ്പോ പോളിയോടെ മരുന്നെടുക്കാഞ്ഞ് ആമേൻ പ്രശ്നമായതല്ല, പിന്നെയോ ജന്മന ആമേൻ ഉദരത്തിലായിരിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിനകത്ത് ആമേൻ സ്തോത്രം ആയിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ ആമേൻ അവരോട് ഭിക്ഷ യാചിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഭിക്ഷ ആമേൻ സ്തോത്രം എന്തെങ്കിലുമൊക്കെ തരണോന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചോദിക്കുന്ന ആൾക്കാര് ആമേൻ സ്തോത്രം നമ്മെ കണ്ടുമുട്ടാറുണ്ടല്ലേ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ പത്രോസിനെയും യോഹന്നാനെയും അങ്ങനെ ചിലർ കണ്ടു. എനിക്ക് പ്രശ്നത്തില്ല, കുറച്ച് തന്ന് സഹായിക്കണം. കർത്താവിന്റെ സ്തോത്രം. അന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം പത്രോസും യോഹന്നാനും നിന്നേച്ച് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് നിനക്ക് തരാം, വെള്ളിയും സ്വർണ്ണവും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും അന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും ഒന്നുമില്ല, പിന്നെയോ ഉള്ളത് തരാൻ പോകുക. പറഞ്ഞേ, ഉള്ളത് തരും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഉള്ളത് ആമേൻ സ്തോത്രം മാത്രമേ തരത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉള്ളത് നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക് എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. അവൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി, തുള്ളി ചാടി, നൃത്തം ചെയ്ത്, ഡാൻസ് ചെയ്ത്. കർത്താവിന് സ്തോത്രം. അവൻ എവിടെ സ്റ്റെപ്പ് പഠിച്ച്, എങ്ങനെ പഠിച്ച് എനിക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം. അവൻ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആൾക്കാരെല്ലാം അത് കണ്ടു. എല്ലാവരും പറഞ്ഞേ, അതെല്ലാവരും കണ്ടു. ആമേൻ. ഒരു അത്ഭുതം നടന്നപ്പോൾ എല്ലാവരും കണ്ടു. കർത്താവിന് സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മുടെ കൂട്ടത്തിനകത്ത് എത്രയോ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും എത്രയോ അത്ഭുതങ്ങൾ. കർത്താവിന് സ്തോത്രം. എനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത എത്രയോ അത്ഭുതങ്ങൾ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കൂട്ടത്തിൽ കേൾപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾക്കൊന്നും സമയം എടുക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പേഴ്സണലായിട്ട് ചോദിച്ചാൽ കുറച്ചൊക്കെ പറഞ്ഞുതരാം, എല്ലാം പറയത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. പറഞ്ഞേ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. അവന്റെ പേര് അത്ഭുതമന്ത്രി. പറഞ്ഞേ, അത്ഭുതമന്ത്രി. ഇതിന്റെ അകത്തിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? യഹോവ ഭക്തന്മാർ തമ്മിൽ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞേ, അത്ഭുതമന്ത്രി. ആമേൻ സ്തോത്രം. പോകുന്നവരെ അത് തന്നെ പറഞ്ഞു, നിന്റെ അത്ഭുതവും കൊണ്ട് നീ പോകും. കർത്താവിന് സ്തോത്രം. എല്ലാവരും സ്തോത്രം പറയുന്നില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അത്ഭുതം കണ്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചു. അവരെല്ലാവരും പറഞ്ഞു, അയ്യോ, ഇവരൊക്കെ സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരല്ലേ. കർത്താവിന് സ്തോത്രം. ഇവരെ കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആമേൻ അവരുടെ മുന്നിൽ അവരെ അങ്ങ് ആരാധിക്കാൻ വേണ്ടി വന്ന് ഓടിക്കൂടിയപ്പോൾ അവർ പറഞ്ഞു, പൊന്നു ചെങ്ങാതിമാരെ, ചതിക്കരുത്. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ഭക്തി കൊണ്ടും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആമേൻ. ആമേൻ. അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ച. കർത്താവിന് സ്തോത്രം. 12. പത്രോസ് പറയുക, പത്രോസിന്റെ അടുക്കലോട്ട് ഓടിക്കഴിയുക, ദൈവദാസനെ, നിങ്ങൾ ഭയങ്കര രോഗശാന്തി വരമുള്ള മനുഷ്യനാണല്ലേ. അവർ സ്തോത്രം ഒരു ക്രൂസൈഡ് നടത്താം, അവർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കൂടി വന്നപ്പോ അദ്ദേഹം പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്തിനാ? കർത്താവിന് സ്തോത്രം. അവരെല്ലാവരും കൂടി ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്ത് ക്ലോസ് അപ്പ് ഷോട്ടിൽ കൊണ്ടുവന്നപ്പോ അവര് പറയാ, പൊന്ന് ചങ്ങാതി, നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നേ? ഹല്ലേലൂയ. ഇതിനകത്ത് എന്താ ഇത്ര കാര്യമുള്ളത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? കർത്താവിന് സ്തോത്രം. ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? ഇവൻ എഴുന്നേറ്റ്, അവൻ മുടന്തരായിരുന്ന മനുഷ്യൻ തുള്ളിച്ചാടി നടക്കുന്നു. എന്ത് കാര്യം? ഇതിനകത്തൊക്കെ ആശ്ചര്യപ്പെടാൻ എന്താ ഉള്ളേ? കർത്താവിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ആമേൻ.
അവൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതല്ല അത്ഭുതം, പിന്നെയോ അത്ഭുതങ്ങൾ നടക്കാതിരിക്കുന്നത് അത്ഭുതം. കർത്താവിന് സ്തോത്രം. പത്രോസ് യോഹന്നാനും ഒക്കെ പറയുക, നിങ്ങൾ ഇത് കണ്ടിട്ട് ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ, ആമേൻ സ്തോത്രം, അവന്റെ നാമത്തിലുള്ള ശക്തി കൊണ്ട്. വായിച്ചട്ടെ, താഴത്തോട്ട് വായിച്ചു. ഞങ്ങളുടെ ശക്തി, ഇതൊന്നും വായിക്കണേ, വായിച്ചോ പിന്നത്തെ വാക്യം. ആമേൻ സ്തോത്രം. 12ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചട്ടെ. കർത്താവിന് സ്തോത്രം. അതിനകത്തൊരു വാക്യമുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ ഭക്തി കൊണ്ടോ, പറഞ്ഞേ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, പിന്നെ ഞങ്ങളുടെ ഭക്തി കൊണ്ടും അല്ല. ചിലർ വിചാരിച്ചിരിക്കുന്ന ദൈവദാസൻ എന്തോ ഒരു ഭക്തനാ. പൊന്ന് സഹോദര, ആമേൻ സ്തോത്രം, ഒരു ഭക്തിയും കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്? കർത്താവിന് സ്തോത്രം. ഭക്തിയുമല്ല ശക്തിയുമല്ല ഒന്നുമല്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾ സാധാരണ മനുഷ്യരാ, ഓർഡിനറി പീപ്പിൾ. കർത്താവിന് സ്തോത്രം. ലീമെൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയോ അടുത്ത വാക്യം, അബ്രഹാമിന്റെയും അതങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് 14ാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്നോ, സമയമില്ലാത്തതുകൊണ്ടാ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ, കർത്താവിന് സ്തോത്രം, കഥ പറയാൻ പോവുക. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പോവുക. കർത്താവിന് സ്തോത്രം. അവർക്കറിയേണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു എന്നാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, സ്വന്തം ശക്തി കൊണ്ടല്ല, സ്വന്തം ഭക്തി കൊണ്ടുമല്ല, ഞങ്ങൾ 21 ദിവസം ഇരുന്നത് കൊണ്ടല്ല, പിന്നെയോ ആമേൻ സ്തോത്രം, പരിശുദ്ധനായിരിക്കുന്ന, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരുവനുണ്ടായിരുന്നു, നീതിമാനായ ഒരുവനുണ്ടായിരുന്നു. അവനെ നിങ്ങൾ എന്ത് ചെയ്തു? അവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, തള്ളി പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ആമേൻ. റിജക്റ്റഡ്. ആമേൻ. തള്ളി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബറബാസിനെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ജീവനായകനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. കർത്താവിന് സ്തോത്രം. ജീവനായകനെ കൊന്നുകളഞ്ഞത് ഒരു കഷ്ടമല്ലേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ മശിഹായെ അവര് തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, കൊന്നുകളഞ്ഞെന്ന്. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം. കർത്താവിന് സ്തോത്രം. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിൽ, ചേർത്ത് പറഞ്ഞേ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ഭക്തി കൊണ്ടല്ല, പിന്നെയോ ആമേൻ സ്തോത്രം, നീയൊക്കെ തള്ളി പറഞ്ഞ ജീവനായകനെ കൊന്നുകളഞ്ഞില്ലേ? ആമേൻ സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഞങ്ങൾ സാക്ഷികളുമാ, ഞങ്ങൾ കണ്ടതാ. കർത്താവിന് സ്തോത്രം. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, അവന്റെ നാമം മൂലമാണ്, ആമേൻ സ്തോത്രം, നിങ്ങൾ ഈ കാണുന്ന സുന്ദര കവാടത്തിങ്കിൽ ഇരിക്കുന്ന ഈ ഭിക്ഷക്കാരൻ, ആമേൻ സ്തോത്രം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആമേൻ മുടന്തനായി പോയവൻ, ആമേൻ സ്തോത്രം, നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്. കർത്താവിന് സ്തോത്രം. ആ നാമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ആ നാമത്തിന്റെ ശക്തിയാ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. എന്നിട്ടൊരു 2 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യേശുവിന്റെ നാമം മൂലവും, പിന്നെ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും. ഒന്ന് പറഞ്ഞ, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും. കർത്താവിന് സ്തോത്രം. അവിടെയാ കാര്യം. കർത്താവിന് സ്തോത്രം. അവിടെയാ കാര്യം ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. പക്ഷേ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസമുണ്ടോ? കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസമുണ്ടോ? അവൻ സ്തോത്രം. ഉണ്ട് പാസ്റ്റർ, ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് യേശു ദൈവമാ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രസംഗിച്ചത്, നമ്മൾ പഠിച്ചത്, ആമേൻ സ്തോത്രം, മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് തള്ളിക്കളഞ്ഞ, ആമേൻ സ്തോത്രം, കല്ലിനെ കുറിച്ചാണ്. തള്ളപ്പെട്ട കല്ല്, റിജക്റ്റഡ് സ്റ്റോൺ. കർത്താവിന് സ്തോത്രം. പറഞ്ഞ്, തള്ളിക്കളഞ്ഞ കല്ല്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ തള്ളിക്കളഞ്ഞ കല്ലുണ്ട്, പിന്നെയോ ആമേൻ സ്തോത്രം, സ്വീകരിക്കപ്പെട്ട കല്ലുണ്ട്. കർത്താവിന് സ്തോത്രം. അവൻ രണ്ടും ഒരാൾ തന്നെയാ.
കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശു ആരാ? തള്ളിക്കളയപ്പെട്ട കല്ലാണോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജീവനായകനെ ആമേൻ കൊന്നുകളഞ്ഞവരുടെ കൂട്ടത്തിലാണോ? ജീവനായകനെ ആമേൻ സ്തോത്രം പരിശുദ്ധനായവനെ ആമേൻ ക്രൂശിക്കാൻ പറഞ്ഞിട്ട് ബറാബാസിനെ മതിയെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണോ? കർത്താവിന് സ്തോത്രം. അതോ ഈ യേശു എൻ്റെ ദൈവമാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. റിജക്റ്റഡ് സ്റ്റോൺ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 1 പത്രോസിന്റെ ലേഖനം. കർത്താവിന് സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. വേഗത്തിൽ വായിച്ചാട്ടെ, വേഗത്തിൽ. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ആമേൻ സ്തോത്രം പറഞ്ഞു പോകുക. പ്രസംഗിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രസംഗമാണെന്ന് തോന്നുന്നില്ല. സിയോനിൽ ഞാൻ എന്ത് ചെയ്തു? ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന ഒരു കല്ലിടുന്നു. കർത്താവിന് യേശയ്യ പ്രവചന പുസ്തകത്തിൽ പ്രവാചകൻ പ്രവചിച്ച കാര്യം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ ആമേൻ സ്തോത്രം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ലജ്ജിച്ചു പോയവരുണ്ടേ ആമേൻ സ്തോത്രം, നിന്നോടൊരു ദൂതുണ്ട്. കർത്താവിന് സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ? കർത്താവ്, ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ ഒരു പ്രത്യേകത. ബെന്നിമോനെ ആ ഡോർ നടച്ചിട്ടേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. എപ്പോഴും ഉള്ളൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ആമേൻ സ്തോത്രം മാനിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മാനിക്കും. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ളയാ നമ്മുടെ തമ്പുരാൻ. ഒരിക്കൽ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചാ ആമേൻ സ്തോത്രം, നീ എന്നെ മാനിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവരുടെ മുമ്പിൽ എന്നെ മാനിക്കരുത്. എനിക്ക് അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ശേഷി പോലും ഇല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. കർത്താവിന് സ്തോത്രം. യേശു എന്താ ചെയ്തെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവിടെ തന്നെ അതിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി അങ്ങ് മാനിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരാണ്ടിനോട് ഫോണിൽ കൂടി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു ദൂത് വെളിപ്പെട്ടു. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹാമാനെ കുരിക്കാൻ ഒത്തിരി മാർഗം കർത്താവിനുണ്ട്. ഹാമാൻ എന്ന് പറയുന്നത് ബൈബിളിനകത്ത് പറയുന്ന ഒരു വക്രബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ലേ. അവൻ മോർദെഖായി എന്ന് പറയുന്ന ഒരു ദൈവ പൈതലിനെ കുടിക്കാൻ വേണ്ടി തന്ത്രം മെനഞ്ഞ് വക്രത കൊണ്ട് നടന്ന ഒരു മനുഷ്യന്റെ പേരാണ് മോർദെഖായി. കർത്താവിന് സ്തോത്രം. ആമേൻ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ പിന്നീട് ഒരിക്കൽ കഥയെല്ലാം വിശദമായിട്ട് പറയാം. അവൻ സ്തോത്രം. ഇപ്പൊ ഇത്രയും കേട്ടാട്ട് അവൻ ഒരു ക്രൂര മനുഷ്യനാ ഹാമാൻ. മോർദെഖായിയെ കൊല്ലണം, മോർദെഖായിയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഹാമാൻ ഒരു കഴുമരം ഉണ്ടാക്കി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആമേൻ സ്തോത്രം രാജാവിന്റെ മനസ്സിനെ സ്വർഗം അങ്ങ് തൊട്ടു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ചിലതിനോട് ദൂത. സ്വർഗം നിനക്ക് വേണ്ടി ചിലതിന്റെ ഹൃദയങ്ങളെ ഇന്നു രാത്രി ഇപ്പോൾ തൊടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രാജാവിന്റെ ഉറക്കം കെടുത്തുന്ന ദൈവത്തിന്റെ കരസ്പർശം ഇന്നു രാത്രി സ്വർഗം നിനക്ക് വേണ്ടി അയക്കുകയാ. ആമേൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. അങ്ങനെ രാജാവ് ആമേൻ സ്തോത്രം മോർദെഖായിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, എനിക്ക് നിന്നെ മാനിക്കണം. കർത്താവിന് സ്തോത്രം. മോർദെഖായിയെ ആമേൻ സ്വർഗത്തിലെ തമ്പുരാൻ ആമേൻ സ്തോത്രം രാജാവിനെ ഹൃദയത്തിൽ തൊട്ടു. ആമേൻ സ്തോത്രം. അനന്തര ഫലമായി ആമേൻ സ്തോത്രം രാജാവിനാൽ മോർദെഖായിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് മാനിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആമേൻ സ്തോത്രം ഹാമാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴുമരത്തിൽ, അവൻ മോർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കഴുമരത്തിൽ അവനെ തന്നെ സ്വർഗത്തിലെ തമ്പുരാൻ കയറ്റി. കർത്താവ് സ്തോത്രം. ഇന്ന് രാത്രി കരയുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. എനിക്കറിയാം പേഴ്സണലായിട്ട് എനിക്കറിയാം. കർത്താവ് സ്തോത്രം. നിന്നോട് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നീ കരയണ്ട. നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. പരിശുദ്ധി ആത്മാവ് ഇതിൻ്റെ അകത്ത് ചലിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ചിലതിൻ്റെ കണ്ണുനീരൊപ്പാൻ ഇതിൻ്റെ അകത്ത് പരിശുദ്ധൻ വന്നിട്ടുണ്ട്. ചിലതിൻ്റെ പൊടിഞ്ഞ ഹൃദയത്തെ മരുന്ന് വെച്ച് സൗഖ്യമാക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഇതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്.
നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീറുന്ന വിഷയത്തിന്റെ മേൽ എൻ്റെ തമ്പുരാൻ ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. അവൻ നിന്റെ ഹൃദയത്തെ തലോടുകയാ. കർത്താവിന് സ്തോത്രം. അവന്റെ മുറിപ്പാടുള്ള കരം കൊണ്ട്, ആണി പഴുതാർന്ന കരം കൊണ്ട് അവൻ ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുകയാ. നിന്റെ അകത്ത മനുഷ്യനെ സ്വർഗത്തിലെ തമ്പുരാൻ തൊടുകയാ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. കാര്യങ്ങളെ ആടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, അവൻ സീയോനിൽ അവനൊരു കല്ലിട്ടു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ കല്ലിനെ തമ്പുരാൻ മൂലക്കല്ലാക്കി മാറ്റി. കർത്താവിന് സ്തോത്രം. ആരാ തള്ളിക്കളഞ്ഞത്? കർത്താവിന് സ്തോത്രം. 2:6 വാക്യം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പറഞ്ഞേ, ഞാൻ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, പറഞ്ഞേ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത് പറയണം, വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇത് പറയണം, നാളെ ജോലിക്ക് പോകുമ്പോൾ ഇത് പറയണം. കർത്താവിന് സ്തോത്രം. ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. മൈ പീപ്പിൾ ഷാൽ നെവർ ബി അഷേംഡ്. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. സീയോനിലിട്ട മൂലക്കല്ലിന്റെ പ്രത്യേകത, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. അത് തുറന്ന് വായിച്ചാട്ടെ. അടുത്ത വാക്യം, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവൻ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലുമാകും. കർത്താവിന് സ്തോത്രം. ഈ മൂലക്കല്ലിന്റെ പ്രത്യേകത, യേശുവിനെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞ ആർക്കും പോകാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. ഈ ഭൂമിയിലേക്ക് യേശു വന്നത് നിന്നെ രക്ഷിപ്പാനാ. കർത്താവിന് സ്തോത്രം. അവൻ അതിനു വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്നത് അവന്റെ സ്വന്തം ജീവനാ. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, അങ്ങനെ നമ്മെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. അവൻ വെടികൊണ്ട് മരിച്ചവരൊക്കെ കാണും. കർത്താവിന് സ്തോത്രം. നീ പാപിയായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മരിച്ച ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഈ അണികളൊക്കെ ആമേൻ ചാവേർ സംഘമൊക്കെ കാണും. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. അവരോട് ക്രൂരത കാണിക്കുമ്പോൾ ആമേൻ സ്തോത്രം ആരെങ്കിലും പറയോ, ഞാൻ നിനക്ക് വേണ്ടി ചാകാമെന്ന്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചേക്കാമെന്ന്? എന്നോട് ക്രൂരത കാണിക്കുമ്പോൾ ആരെങ്കിലും പറയോ, കർത്താവിന് സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചേക്കാമെന്ന്? എന്നോട് ശത്രുതയുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ മരിക്കുമോ? അങ്ങനെ മരിച്ച ആരെങ്കിലും, വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? കർത്താവിന് സ്തോത്രം. ഉലകത്തിലെ മഹാന്മാരൊക്കെ അണികളെ കൊണ്ട് കൊല്ലിച്ച്, സ്തോത്രം, അണികളെ ചാകാൻ വിട്ടുകൊടുത്ത് നേതാവായപ്പോ, കർത്താവിന് സ്തോത്രം, സ്വർഗത്തിലെ തമ്പുരാന്റെ പൊന്നോമന പുത്രൻ മാത്രം, ആമേൻ സ്തോത്രം, അണികൾ പാപികളായിരുന്നപ്പോഴും, ആമേൻ സ്തോത്രം, അവന്റെ മക്കൾ ആമേൻ അകൃത്യം ചെയ്തും പാപത്തിൽ പിടിക്കപ്പെട്ടപ്പോഴും അവർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവരാ. കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ യേശുവിനെ ആമേൻ സ്തോത്രം തള്ളിക്കളഞ്ഞേച്ചും ആരും ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുക, ആ മൂലക്കല്ല് തള്ളിക്കളയുന്ന നിനക്ക് ഇടർച്ചക്കല്ലായിട്ട് മാറും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണശിക്ഷയിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ വേണ്ടിയാ യേശു മരിച്ചേ. കർത്താവിന് സ്തോത്രം. ആ യേശുവിനെ നീ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഒരു രക്ഷാ പദ്ധതി നിനക്ക് വേണ്ടി വേറെയില്ല. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഈ ആമേൻ മുസബയിലുള്ള ഒരു ക്യാമ്പിൽ ആമേൻ സ്തോത്രം ദൈവവചനം പറയാം, ആമേൻ അവിടെയൊക്കെ നിന്ന് സുവിശേഷമൊക്കെ പറയുമ്പോൾ ആമേൻ സ്തോത്രം ട്രാക്റ്റൊക്കെ കൊടുക്കാൻ പണ്ട് ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഒരു മദ്യപാനിയായിരിക്കുന്ന ആമേൻ ചെറിയൊരു 2 അടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ കണ്ടു. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആമേൻ ബ്രദറെ, എനിക്ക് യേശുവിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ആമേൻ സ്തോത്രം, ഞാനൊരു നല്ല മനുഷ്യനാ. കർത്താവിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നല്ല മനുഷ്യനാ. ആമേൻ സ്തോത്രം, ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? എൻ്റെ മൂത്ത മോൻ ആമേൻ സ്തോത്രം എഞ്ചിനീയറാ, അവന് ഗവൺമെൻറ് ജോലിയുണ്ട്. അവൻ്റെ ഇളയ മോൾക്ക് ആമേൻ സ്തോത്രം അവളും എഞ്ചിനീയറാ, അവൾക്കും നല്ല ജോലിയുണ്ട്, അവളുടെ ഹസ്ബൻഡിനും ജോലിയുണ്ട്. പിന്നെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ ഈ ദൈവത്തെ വിളിക്കുന്നത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ യേശുവിൽ നീ വിശ്വസിക്കുന്നത് ഒരു ചോയ്സ് അല്ല. അത് നിന്റെ കുഞ്ഞിന്
ആമേൻ ഗവൺമെന്റ് ജോലി കിട്ടാനും അല്ല. കർത്താവിന് സ്തോത്രം. അത് നിന്റെ രോഗം മാറാനും അല്ല. ഇതിൻ്റെ അകത്ത് നീ വന്നത് ഒരു പക്ഷേ ആമേൻ സ്തോത്രം ഒരു സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത്ഭുതം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഡോർ ഒന്ന് നോക്കിയേക്കണേ, ഡോർ അടച്ചിട്ടേക്കണേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയുന്നത് ആമേൻ ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, നീ അത്ഭുതങ്ങൾ കാണുന്നതിനകത്ത് ഒരു ആശ്ചര്യപ്പെടാനുമില്ല, അല്ലേ? പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, നീ അത്ഭുതങ്ങളെ കണ്ട് സന്തോഷിച്ചതും ഒക്കെ നല്ല കാര്യമാണ്. യേശുവിനെ കുറിച്ച് ആമേൻ, ഈ തളർവാദ രോഗിയായിരുന്ന മനുഷ്യൻ, ആമേൻ, മുടന്തനായിരിക്കുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുമ്പോൾ യേശുവിൽ ആമേൻ സ്തോത്രം എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു. കർത്താവിന് സ്തോത്രം. തുടർന്ന് വായിക്കുമ്പോൾ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അന്ന് മാത്രം കർത്താവിന് സ്തോത്രം വിശ്വസിച്ച് 5000-ഓളം പുരുഷന്മാർ തന്നെ അവനിൽ വിശ്വസിച്ചു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചു. കർത്താവിന് സ്തോത്രം. അത്ഭുതം കണ്ടു. ഇതൊക്കെ അവിടെ അങ്ങ് നടന്നു. കർത്താവിന് സ്തോത്രം. ഇനിയും നിങ്ങൾ ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം വായിച്ചാൽ ഓരോ അധ്യായത്തിലും അത്ഭുതമാണ്. കർത്താവിന് സ്തോത്രം. ഓരോ അധ്യായത്തിലും അത്ഭുതമാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ അത്ഭുതങ്ങളൊന്നും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് യേശുവിനെ അളക്കുവാനുള്ള അളവുകോലല്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, യേശു ആമേൻ മൂലക്കല്ലാണെന്നുള്ള സത്യം. കർത്താവിന് സ്തോത്രം. യേശു ആമേൻ തള്ളപ്പെട്ട കല്ലുമാ ചിലർക്ക്. കർത്താവിന് സ്തോത്രം. തള്ളപ്പെട്ട കല്ലായിരുന്ന, തള്ളപ്പെട്ടതുപോലെ ആമേൻ യേശുവിനെ തള്ളിക്കളഞ്ഞ, യേശുവിൽ വിശ്വസിക്കാതിരുന്ന ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ആൾക്കാര് പിന്നത്തേതിൽ ഹല്ലേലൂയ, പിന്നത്തേതിൽ പരാജയപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന് സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവന് ഈ കല്ലിന്മേൽ, അപ്പൊ ഇടർച്ചക്കല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് എല്ലാവരും ഒന്ന് പറയാം. ഇടർച്ചക്കല്ല്, തടങ്കൽ പാറ. എന്താ ഈ തടങ്കൽ പാറ, ഇടർച്ചക്കല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ആമേൻ സ്തോത്രം. മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ല. കർത്താവിന് സ്തോത്രം. ഈ കരിങ്കല്ലില് മണ്ണാങ്കട്ട വന്ന് വീണ എന്നാ പറ്റും? അതാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ പൊടിയാക്കി ക്രഷ് ചെയ്ത് കളയുമെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല. കർത്താവിന് സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുന്നത് ആമേൻ സ്തോത്രം ഒരേ ഒരു വഴിയാ രക്ഷപ്പെടാനുള്ള മാർഗം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിത്യത എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള, ഒന്ന് പറഞ്ഞ്, രക്ഷിക്കപ്പെടുന്നവർ. ആരായി രക്ഷിക്കപ്പെടുന്നവർ? കർത്താവിന് സ്തോത്രം. നിത്യ നരകത്തിൽ നിന്ന്, പറഞ്ഞ നിത്യ നരകം. കർത്താവിന് സ്തോത്രം. നിത്യ നരകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കർത്താവിന് സ്തോത്രം. തീ കെടാത്തതും പുഴു ചാകാത്തതുമായിരിക്കുന്ന ഒരു സ്ഥലം. കർത്താവിന് സ്തോത്രം. അത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ? പാപികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, പാപം ചെയ്യാത്ത ആരും ഇല്ലെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പാപം ചെയ്യാത്ത ആരുമില്ലെങ്കിൽ എല്ലാവരും എങ്ങോട്ട് പോകും? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, പേടിക്കൊന്നും വേണ്ട. പള്ളിക്കകത്തല്ലേ? കർത്താവിന് സ്തോത്രം. ആമേൻ. എല്ലാവരും എങ്ങോട്ടാ പോകണ്ടേ? ആമേൻ സ്തോത്രം. പാപം ചെയ്തവൻ നരകത്തിലേക്ക്, ആമേൻ സ്തോത്രം, നിത്യ മരണത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും, അല്ലേ? കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, ഈ പാപശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ആമേൻ സ്തോത്രം യേശു എന്ന് പറയുന്ന മൂലക്കല്ലിൽ വിശ്വസിക്കുക എന്നുള്ള മാർഗം. കർത്താവിന് സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുക. കർത്താവിന് സ്തോത്രം. 15-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. വായിച്ചു. പിന്നെ അവൻ അവരോട്,
നിങ്ങൾ ഭൂതലത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം എന്ന് പറഞ്ഞ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ഗുഡ് ന്യൂസ്, ഈ സുവിശേഷം പ്രസംഗിക്കണം. കർത്താവിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ ആമേൻ സ്തോത്രം എപ്പിസ്കോപ്പൽ ചർച്ചസ് ആയിരിക്കുന്ന ആമേൻ ആംഗ്ലിക്കൽ ചർച്ചിനകത്ത് പോയാലും, ആമേൻ അതിൻ്റെ അപ്പുറത്ത് കാത്തലിക് ചർച്ച് ആയിരിക്കുന്ന സെയിൻറ്റ് ജോസഫിൽ പോയാലും, അവിടെ കാണുന്ന ഇവാഞ്ചലിക്കൽ ചർച്ചസിൽ പോയാലും, ഏത് സ്ഥലത്ത് പോയാലും അവിടെ എല്ലാം പ്രസംഗിക്കുവാൻ കർത്താവ് പറഞ്ഞേൽപ്പിച്ച ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരാണ് ഗുഡ് ന്യൂസ്, സുവിശേഷം. കാരണം എന്താ? ഈ സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. വായിച്ചോ. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. അപ്പൊ ആരാ രക്ഷിക്കപ്പെടുന്നേ? വിശ്വസിക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദിവസം വരും, കർത്താവിന് സ്തോത്രം, ഈ പ്രസംഗം സാക്ഷ്യമായി വെളിപ്പെടുന്ന ഒരു ദിവസം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ അവൻ സ്തോത്രം 1000 ദിർഹംസ് കൊടുത്ത രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര പേര് അതൊക്കെ എടുക്കുമായിരുന്നു അല്ലേ? കർത്താവിന് സ്തോത്രം. ഒന്നും വേണ്ട, ചുമ്മാ വിശ്വസിക്കാമോ? യേശുവിൽ വിശ്വസിക്കാമോ? നീ രക്ഷപ്പെടും. കർത്താവിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഒരു രക്ഷ സ്വർഗത്തിലെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു വച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വസിക്കാത്തവൻ ഇടർച്ചക്കല്ലിൽ തട്ടി ധൂളിയായി പോകും. കർത്താവിന് സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. അപ്പൊ തള്ളപ്പെട്ട കല്ലിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ആമേൻ സ്തോത്രം. ഇസ്രായേലിൽ യേശു വെളിപ്പെട്ടിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആശാരി കുറച്ച് പേര് വിശ്വസിച്ചില്ല. അവരെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ സ്തോത്രം. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന്. എനിക്കാണേലും സമയവുമില്ല. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് 11-ാമത്തെ വാക്യം. വീട് പണിയുന്നവരായി നിങ്ങൾ, ഈ പള്ളിയിൽ കിടന്ന് അലയ്ക്കുന്നവരായ നിങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞു. ഭയങ്കര ആരാധന നടക്കുക. കുർബാനയുണ്ട്, മാസമുണ്ട്, ആമേൻ സ്തോത്ര, പ്രാർത്ഥനയുണ്ട്, ഉപവാസം എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? മൂലക്കല്ലില്ല. മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞു. തള്ളപ്പെട്ട കല്ല് ഇന്ന് രാത്രിയത്തെ ടോപ്പിക്കാ, തള്ളപ്പെട്ട കല്ല്. കർത്താവിന് സ്തോത്രം. റിജക്റ്റഡ് സ്റ്റോൺ. കർത്താവിന് സ്തോത്രം. വീട് പണിയുന്ന നീ തള്ളിക്കളഞ്ഞ കല്ല്, തള്ളപ്പെട്ട കല്ല്, അത് നിനക്ക് ഇടങ്കൽ പാറയും, ആമേൻ സ്തോത്രം, ആമേൻ, ഇടർച്ചക്കല്ലുമാകും. കർത്താവിന് സ്തോത്രം. അവിടെ പറയുക, തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. പത്രോസ്, ആമേൻ സ്തോത്രം, സുന്ദര കവാടത്തിങ്കിലെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് 4-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയുക, നിങ്ങൾക്കറിയണ്ടേ ഈ അത്ഭുതം നടന്നത് എങ്ങനെയാണെന്ന്? കർത്താവിന് സ്തോത്രം. ഇവന്റെ നാമത്തിലാ അവന് നടന്നേ. ഇവൻ തന്നെ, പറഞ്ഞേ, ഇവൻ തന്നെ. ചിലര് തള്ളിക്കളഞ്ഞതും ആമേൻ ചിലര് ഏറ്റെടുത്തതുമായ ആ കല്ല് തന്നെയാ ഇവനെ തുള്ളിച്ചാടി നൃത്തം ചെയ്യിപ്പിച്ചത്. ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടേൽ ഇന്ന് രാത്രി സ്വർഗം നിന്റെ നരയാണി ഉറപ്പിച്ച്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ എഴുന്നേറ്റ് നടക്കുമാറാക്കുന്ന രാത്രിയാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ആർക്കും വേണ്ടാത്ത നിന്നെ സ്വർഗത്തിലെ ദൈവം നൃത്തം ചെയ്യിപ്പിക്കുന്ന രാത്രിയായി ഇന്നത്തെ രാത്രി. വിശ്വസിക്കാമോ? അവന്റെ നാമം മൂലം, അവന്റെ നാമത്തിൽ എനിക്കുള്ള വിശ്വാസം മൂലം. പറയാമോ ഇതിന്റെ അകത്ത് ആർക്കെങ്കിലും? കർത്താവിന് സ്തോത്രം. എന്റെ യേശുവിലുള്ള വിശ്വാസം, എന്റെ വിശ്വാസം. പത്രോസ് പറഞ്ഞത് അതാ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിനെ അറിയാം. എങ്ങനെ അറിയാം? ആമേൻ സ്തോത്രം. കാനായിലെ കല്യാണ വിരുന്നിൽ ആമേൻ സ്തോത്രം വെള്ളം മീഞ്ഞാക്കിയവൻ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തവൻ. ആമേൻ സ്തോത്രം. കുരുടന്റെ കണ്ണ് തുറന്നവൻ. ആമേൻ സ്തോത്രം. മരിച്ചവനെ എഴുന്നേൽപ്പിച്ചവൻ. ഇതിനകത്ത് എത്രയോ അത്ഭുതങ്ങളുണ്ട്.
ചെയ്യുന്നവനായിട്ട് യേശുവിനെ അറിയാം. ചിലർക്ക് പ്രവാചകനായിട്ടറിയാം. എന്നാൽ ഇന്ന് രാത്രി 1 യോഹന്നാൻ 5:3-4-5 വാക്യങ്ങൾ വിളിച്ചു പറയുകയാണ്, അവൻ യേശുവിനെ നിനക്ക് ദൈവമാണെന്ന് അറിയാമെങ്കിൽ. 1 യോഹന്നാൻ 5-3-4 വാക്യങ്ങൾ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച വിശ്വാസമോ നമ്മുടെ വിശ്വാസം തന്നെ. The ultimate victory. കർത്താവിന്റെ സ്തോത്രം. ലോകത്തെ ജയിക്കുന്ന ഒരു ജയമുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. യേശുവിലുള്ള വിശ്വാസം തന്നെ. അടുത്ത വാക്യം, 5-ാം വാക്യം. യേശു, എല്ലാവരും ഒന്ന് വായിച്ചേ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കണ്ട ഒത്തിരി പേരുണ്ടായിരുന്നു. അത്ഭുതം ചെയ്യുന്നവനായിട്ട് അറിയാമായിരുന്നു, പക്ഷേ ദൈവപുത്രനായിട്ട് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവര് ജീവനായകനെ കൊന്നുകളഞ്ഞു. പത്രോസ് പറയുക, നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് 3-ാം ദിവസം റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച് ആമേൻ സ്തോത്രം ഭയങ്കരന്മാരായിരിക്കുന്ന ആമേൻ പടയാളികളുടെ കാവലിനെ ഭേദിച്ച് ആമേൻ ഉയർത്തെഴുന്നേൽപ്പാനിടയായി. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുകയാ. അവന്റെ നാമത്തിലുള്ള എന്റെ വിശ്വാസത്താലാ ഇവൻ എഴുന്നേറ്റ് നടക്കുന്നത്. അവൻ rise up and walk in the name of Jesus. എഴുന്നേറ്റാട്ടെ ദൈവസന്നിധിയിൽ. ആമേൻ സ്തോത്രം. എത്ര പേര് യേശുവിനോട് പറയും? കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആമേൻ യേശു നിന്റെ മൂലക്കല്ലാകണം. കൂട്ടത്തിൽ ഒരു ദൈവമായിട്ടല്ല, അവൻ ഒറ്റ ദൈവമായിട്ട്. എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യും? കർത്താവിന്റെ സ്തോത്രം. എനിക്കറിയാം ഇത് ഈസി ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ സുവിശേഷം അങ്ങനെ തന്നെ പ്രസംഗിക്കാനാണ് എനിക്കിഷ്ടം. അവൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, വേണമെങ്കിൽ നിനക്ക് തള്ളിക്കളയാം, വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു രോഗസൗഖ്യത്തിനായിട്ട് കടന്നു വരാം. അത് കഴിയുമ്പോൾ നിനക്ക് ടാറ്റ പറഞ്ഞ് പാസ്റ്ററെ താങ്ക് യു എന്ന് പറഞ്ഞ് നിനക്ക് മടങ്ങിപ്പോകാം. കർത്താവിന് സ്തോത്രം. അതല്ല എങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പറയാം, എനിക്കൊന്നുമില്ലേലും, എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നില്ലേലും, ആമേൻ സ്തോത്രം, എൻ്റെ കടബാധ്യത മാറിയില്ലേലും എനിക്കൊരു വലിയ സമ്പത്ത് കിട്ടി. എൻ്റെ യേശുവാ എൻ്റെ സമ്പത്ത്. ആമേൻ സ്തോത്രം. ഈ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം ഇനിയില്ല. കർത്താവിന് സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുന്നവന് 3 പ്രത്യേകതയുണ്ട്. ഒന്ന്, അവൻ യേശുവിനെ റിസീവ് ചെയ്യുന്നവനായിരിക്കും. സ്വീകരിക്കുന്നവൻ. അവൻ കേൾക്കുന്നവനല്ല. കർത്താവിന് സ്തോത്രം. അവൻ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കും. അവൻ സ്തോത്രം. നിങ്ങൾ ഓർത്തു വെച്ചോ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. അവനെ കൈക്കൊണ്ടവർക്ക്, അവനെ റിസീവ് ചെയ്തവർക്ക് അവൻ ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ 1-ാമത്തെ പ്രത്യേകത, അവൻ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കും. അങ്ങനെ നീ ക്ഷണിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഇനി മുതൽ നീ തള്ളപ്പെട്ടവനാകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ അരുമനാഥൻ ഒരിക്കൽ തള്ളപ്പെട്ടവനായതുകൊണ്ട്. അവൻ സ്തോത്രം. നിന്റെ പേര് ഇനി മുതൽ അവൻ സ്തോത്രം എങ്ങാണ്ടത്തെ സ്ഥലപ്പേര് കൂട്ടി വിളിക്കുന്ന പേരല്ല, പിന്നെയോ ദൈവത്തിന്റെ പൈതലെന്നാ. ദൈവത്തിന്റെ വാക്യം പറയാണ്, വചനം പറയുകയാണ്, അവനെ കൈക്കൊണ്ടവർക്ക് അവിടുന്ന് ദൈവമക്കളാകുവാൻ, ദൈവത്തിന്റെ മകനാകുവാൻ, മകളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എത്ര പേര് പറയും, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ? ആ മാസ്കിന്റെ അകത്ത് ആരും കാണുന്നില്ലല്ലോ, ഒന്ന് പറയാമോ? എത്ര പേര് പറയും? അവർക്ക് വേണ്ടി മൂലക്കല്ലിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം ചിലത് പണിയുക. സ്വർഗം നിന്റെ ഹൃദയം നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയ സിസ്റ്ററെ, പ്രിയ ബ്രദറെ, ഒത്തിരി സ്നേഹത്തോടു കൂടി വളരെ ആമേൻ സ്തോത്രം ആർദ്രമായിട്ട് ഞാൻ പറയുക, ഈ മൂലക്കല്ല്
നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വീഴുമെങ്കിൽ ആ മൂലക്കല്ലിന്റെ മേൽ സ്വർഗം പണിയാൻ തുടങ്ങും. നിന്റെ വിഷയങ്ങളെല്ലാം നാളെ മുതൽ നീ മാറുന്നത് കാണും. കർത്താവിന് സ്തോത്രം. ആമേൻ. 2, അവൻ അവനിൽ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത, അവൻ അനേകരിൽ ആശ്രയിക്കുന്നവനാകത്തില്ല, പിന്നെയോ യേശുവിൽ തന്നെ ആശ്രയിക്കുന്നവനായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുക, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി നീ ദൈവമകനാണ്, ദൈവമകളാണ്, തീർന്നില്ല. നിന്നെ അവൻ ലജ്ജിപ്പിക്കത്തില്ല. ഇന്ന് രാത്രി നീ ഇതിന്റെ അകത്ത് കടന്നു വന്നിട്ട് യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരണമേ എന്ന് പറഞ്ഞ് നീ യേശുവിൽ വിശ്വസിച്ച് ഈ മൂലക്കല്ലിടാൻ തുടങ്ങുമ്പോൾ നിന്റെ ലജ്ജയെ സ്വർഗം മാറ്റുന്ന രാത്രിയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, മൈ പീപ്പിൾ ഷാൽ നെവർ ബി അഷെയിംഡ്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 3ാമത്തെ പ്രത്യേകത, യേശുവിൽ വിശ്വസിക്കുന്നവൻ അവൻ സ്വതന്ത്രം ലോകത്തെ നോക്കത്തില്ല. അവൻ സ്വതന്ത്രം അവൻ ഡിഗ്നിറ്റി നോക്കത്തില്ല. അവന്റെ കുടുംബത്തിന്റെ മഹിമ നോക്കത്തില്ല. അവൻ ചപ്പന്നും ചവർന്നും എണ്ണി അവൻ സ്വതന്ത്രം തനിക്ക് വേണ്ടി മരിച്ച് തനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ അവൻ സ്വതന്ത്രം യേശുവിന്റെ പിന്നാലെ പോകും. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ 3ാമത്തെ പ്രത്യേകത, അവൻ സെൽഫ് ഡിനൈ ചെയ്യുന്നവനായിരിക്കും. സ്വയത്തെ അവൻ സ്വതന്ത്രം മാറ്റിവെക്കുന്നവനായിരിക്കും. He will deny himself and take the cross of Jesus and follow him. ഇന്ന് രാത്രി ഈ വാക്യങ്ങളാൽ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊയർ പാട്ട് പാടുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചേർന്ന് നമുക്ക് കർത്താവിനോട് പറയാം, യേശുവേ ഇന്ന് രാത്രി മുതൽ അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. ലോകത്തെ ജയിച്ച ജയമോ അത് നിങ്ങളുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന വിശ്വാസം, യേശു ദൈവം എന്ന വിശ്വാസം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. അടുത്തിരിക്കുന്നവരെ നോക്കല്ലേ, യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയാ മഹത്വം. നിന്റെ ലജ്ജയെ മാറ്റുന്ന ദിവസമാണ്, മാത്രമാരാധനെന്നും കർത്താവേ നിന്റെ മറിയാണി ഉറയ്ക്കുന്ന ദിവസമാണ്. സുന്ദര കവാടത്തിലെ ഉറക്കൻ നൃത്തം ചെയ്ത് ആരാധിച്ചതെങ്കിൽ യേശു തോട്ടവർ നൃത്തം ചെയ്യട്ടെ. സ്വർഗീയത്തിയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയത്തിയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. അങ്ങെന്നെ ഉപനിധി എന്നെന്നും കാക്കുന്നവൻ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. അങ്ങെന്നെ ഉപനിധി എന്നെന്നും കാക്കുന്നവൻ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. അങ്ങെന്നെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു ഹല്ലേലൂയാ മഹത്വം. അങ്ങെന്റെ കോട്ടയും സങ്കേതമാകെ ഹല്ലേലൂയാ മഹത്വം. അങ്ങെന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു ഹല്ലേലൂയാ മഹത്വം. അങ്ങെന്റെ
മാത്രമാകണം ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടും രാജാവിനെന്ന് മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടും രാജാവിനെന്ന് മഹത്വം എല്ലാ മുഴങ്ങാലും നിൻ മുൻപിൽ വണങ്ങിടും ഹല്ലേലൂയ മഹത്വം നാവുകളെ വരും കർത്താവെ വർണ്ണിക്കും ഹല്ലേലൂയ മഹത്വം എല്ലാ മുഴങ്ങാലും നിൻ മുൻപിൽ വണങ്ങിടും ഹല്ലേലൂയ മഹത്വം നാവുകളെ വരും കർത്താവെ വർണ്ണിക്കും ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടും രാജാവിനെന്ന് 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 മഹത്വം സ്വർഗീയ തീയാൽ എന്റെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയ മഹത്വം നീ മാത്രം ആരാധനെന്നും കർത്താവേ ഹല്ലേലൂയ മഹത്വം ആരാധിപ്പാൻ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയ മഹത്വം നീ മാത്രം ആരാധനെന്നും കർത്താവേ ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടും രാജാവിനെന്ന് മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടും രാജാവിനെന്ന് മഹത്വം അങ്ങന്റെ ഉപനിധി അങ്ങനെ കാക്കുന്നു ഹല്ലേലൂയ മഹത്വം ആനന്ദദായകൻ ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു ഹല്ലേലൂയ മഹത്വം ആത്മാവിന്റെ രക്ഷകൻ ആനന്ദദായകൻ ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്റെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്ന് 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 മഹത്വം സ്വർഗീയ തീയാൽ എന്റെ The name of Jesus. Hallelujah. Hallelujah. Hallelujah, stotram, stotram, stotram.
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം നല്ലൊരു ആരാധനയെ തന്ന് സ്വർഗം നമ്മളെ മാനിച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൂടി വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ വലിയ സാമീപ്യത്തിലായിരുന്നതിനാൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യാം. പാടുവാൻ പാട്ടിനെ തന്നതിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ വിലയേറിയ വചനങ്ങളെ ഇന്നത്തെ രാത്രികാലം നമുക്ക് പകർന്നു തന്നതിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു റിജക്റ്റഡ് സ്റ്റോണിനെ കുറിച്ച് ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ സവിസ്തരമായി കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അനേകർക്ക് ഹല്ലേലൂയ ഒരു റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹെരോദാവിനൊരു റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ, പിലാത്തോസിന് അതൊരു ഹല്ലേലൂയ ഒരു റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, പുരോഹിതന്മാർക്ക് അതൊരു റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ ശാസ്ത്രിമാർക്ക് അതൊരു റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ അവനെ കൈക്കൊണ്ടതായ അവന്റെ ശിഷ്യന്മാർക്ക്, ഹല്ലേലൂയ അവനെ കൈക്കൊണ്ടതായ പ്രിയപ്പെട്ടവർക്ക്, മുക്കുവന്മാർക്ക്, ഹല്ലേലൂയ അവനെ കൈക്കൊണ്ടതായ ഹല്ലേലൂയ ലാസറിനും, ഹല്ലേലൂയ മാർത്തയ്ക്കും മറിയയ്ക്കും, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മൂലക്കല്ലായി ഭവിച്ചുവെന്ന് ഇന്നത്തെ രാത്രികാലം നമ്മളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. അനേകര് തള്ളിക്കളഞ്ഞതായ കല്ല് ഹല്ലേലൂയ മൂലക്കല്ലായി തീർന്നപ്പോൾ, അനേകർക്ക് അതിൽ ഹല്ലേലൂയ സ്തോത്രം അത് റിജക്റ്റഡ് സ്റ്റോൺ ആയിരുന്നപ്പോൾ, അനേകർക്ക് അത് മൂലക്കല്ലായി തീർന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ദൈവത്തോടുള്ള പങ്കും ഓഹരിയും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായതുപോലെ ഇന്നത്തെ രാത്രികാല ഹല്ലേലൂയ ഈ കല്ല് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ആകയാൽ ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആകയാൽ ഹല്ലേലൂയ അനേകർ തള്ളിക്കളഞ്ഞതായ കല്ല്, അനേകർക്ക് വേണ്ട എന്ന് പറഞ്ഞതായ കല്ല് ഹല്ലേലൂയ പിന്നത്തേതിൽ ഹല്ലേലൂയ അവന്റെ ക്രൂശ് മരണത്തിന് ശേഷം അനേകരെ ഹല്ലേലൂയ പിന്നെയും ദുഃഖിക്കുവാനിടയായി. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞല്ലോ, ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. ഹല്ലേലൂയ യഹൂദന്മാരുടെ ചരിത്രം ഹല്ലേലൂയ നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ അവർ ഹല്ലേലൂയ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോകുവാനിടയായി. ആ രാഷ്ട്രം തന്നെ പിന്നെ ഇല്ലാതാകുവാനിടയായി. അവരെ ഹല്ലേലൂയ കൈക്കൊണ്ടവരെ അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അന്ന് ഹല്ലേലൂയ 3000 പേര് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്നു, 5000 പേര് കർത്താവിനോട് ചേർന്നു. അവർക്കൊക്കെയും ഹല്ലേലൂയ മൂലക്കല്ലായി ഭവിച്ചുവെന്ന് ഇന്നത്തെ രാത്രികാലം നമ്മളെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ആകയാൽ ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ കല്ലിനെ തള്ളിക്കളയാതെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, പാപിയായ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ മരിക്കിയാൽ നമ്മളോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിക്കുന്നുവെന്ന് വചനത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മൾക്ക് മൂലക്കല്ലായി തീർന്നിരിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മെ ആ മൂലക്കല്ലോട് ചേർത്ത് പണിയുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ രാത്രികാലം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ആ കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന കല്ല് അതിനോട് നിന്നെയും ചേർത്ത് പണിയുവാൻ, എന്നെയും ചേർത്ത് പണിയുവാൻ കർത്താവ് ഇന്നത്തെ രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ കരുണാസമ്പന്നനായ സ്നേഹരെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായി പിന്നെയും സ്തോത്രം. അടിയങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി അടിയങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഒരു പ്രാലത്ത് കർത്താവേ വെളുമ്പറമ്പലടിയപ്പെട്ടതായ അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ മൂലക്കല്ലോട് ചേർത്ത് പണിയുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനാൽ സ്തോത്രം. ഹല്ലേലൂയ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരാത്തതായ അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും ഹല്ലേലൂയ രക്ഷിതാവിനെ കർത്താവും രക്ഷിതാവും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അങ്ങയിൽ
വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ഹല്ലേലൂയ ആ മൂലക്കല്ലായിരിക്കുന്ന കർത്താവിനോട് ചേർത്ത് പണിയുവാൻ ഇന്നത്തെ വചനം കേട്ടവരെയൊക്കെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ കർത്താവെ നിന്റെ ദാസനിൽ കൂടെ അത്ഭുതമേറിയ വചനം തന്ന് കർത്താവ് നിന്റെ മകനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതായത് അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം പ്രയോജനം ഭവിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ നിന്റെ കൃപ പിന്നെയും പകർന്ന് സഹായിക്കണമേ. അടിയങ്ങളുടെ വചനം കേട്ടവരാരും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കാതെ ദൈവകൃപയിൽ പിന്നെയും അടിയങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക് തന്നെ തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവ് ആശീർവാദത്തിനായി ഒരുങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്തു തരുന്ന ദൈവത്തിന് പിന്നെയും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെ കടന്നു പോകാം. കർത്താവ് പിന്നെയും സഹായിക്കുമാറാണ്.